Welcome to a new episode of Ask Dr. Mims. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മെയിൽ കാസർഗോഡ് നിന്നും മെൽവിന്റേതാണ്. ഞാൻ മെയിൽ വായിക്കാം. ഡിയർ ഡോക്ടർ മിംസ്, ഞാൻ മെൽവിൻ ജോർജ്, കാസർഗോഡാണ് സ്ഥലം. എനിക്ക് കുറച്ചു ദിവസമായി പനി തുടങ്ങിയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാണ് ഡോക്ടർ ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം പരിശോധിക്കുന്നത് ആ വ്യക്തിയുടെ രോഗനിർണയത്തിന് വേണ്ടിയാണ്. രോഗിയുടെ സിരകളിൽ നിന്നെടുക്കുന്ന രക്തം മൈക്രോസ്കോപ്പിന്റെയോ സെൽ കൗണ്ടർ മീറ്ററിന്റെയോ സഹായത്തോടെ പരിശോധിച്ചാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകൾ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനെ ത്രോംബോസൈറ്റോപീനിയ എന്നാണ് പറയുന്നത്. കൗണ്ട് കുറഞ്ഞു തുടങ്ങുമ്പോൾ ശരീരത്തിൽ ചുവന്ന കുത്തുകൾ പ്രത്യക്ഷപ്പെടും. ഗണ്യമായി കുറഞ്ഞാൽ ചിലപ്പോൾ ആന്തരിക രക്തസ്രാവം സംഭവിച്ചേക്കാം. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടുന്നതിനെ ത്രോംബോസൈറ്റോസിസ് എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 5 മുതൽ 10 ലക്ഷം വരെ ആവാം. പ്ലേറ്റ്ലെറ്റുകളുടെ ഉൽപാദനക്കുറവും അവ അമിതമായി നശിച്ചു പോകുന്നതുമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറയാൻ പ്രധാന കാരണം. പിന്നെ ബാക്ടീരിയ, വൈറസുകൾ, HIV എന്നീ രോഗാണുബാധയും ഇതിന് കാരണമാണ്. ഇതുകൂടാതെ SLE, ലുക്കീമിയ തുടങ്ങിയ രോഗങ്ങളും പിന്നെ ചില മരുന്നുകളുടെ ഉപയോഗം, അമിത മദ്യപാനം, സിറോസിസ് എന്നിവയും പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറയ്ക്കാനിടയാക്കും. അണുബാധ, രക്തസ്രാവം, അർബുദം, മജ്ജയെ ബാധിക്കുന്ന തകരാറുകൾ തുടങ്ങിയവ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കൂട്ടാൻ കാരണമാവാറുണ്ട്. മെൽവിന്റെ പനിയുടെ കാരണം ഏത് അസുഖമാണെന്ന് കണ്ടെത്താനാണ് ഡോക്ടർ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അതെത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ. ഇപ്പോൾ മെൽവിന്റെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം ഇതുപോലെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.